ഇനി ദേവനന്ദയിലേക്ക് പോകുന്നു. ദേവനന്ദയുടെ ഐറ്റം പാട്ട്. ഞാൻ ഉറുദു ഗസല്, മാപ്പിളപ്പാട്ട്, ഒപ്പന. ഒരുപാട് സന്തോഷമുണ്ട് കൈരളി ടി വിയിൽ വരാൻ കഴിഞ്ഞതിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 2 ഐറ്റം ആയിരുന്നു, ഗസലും മാപ്പിളപ്പാട്ടായിരുന്നു. പ്രാവശ്യം ഗസല്, മാപ്പിളപ്പാട്ട്, ഒപ്പനയും കൂടെ ഉണ്ട്. ഈ റിയാലിറ്റി ഷോകളുമായിട്ട് ദേവനന്ദയ്ക്കുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ചെറിയതല്ലാത്തൊരു ബന്ധമുണ്ട്. പല റിയാലിറ്റി ഷോകളിലും പ്രേക്ഷകർക്ക് പരിചിതമായിട്ടുള്ള മുഖമാണ് ദേവനന്ദയുടേത്. അപ്പൊ നമുക്ക് ദേവനന്ദയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലെ? അതിനു മുൻപ് സ്കൂൾ ഏതാണെന്ന് പറഞ്ഞില്ല. സ്കൂള് കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ, മെഡിക്കൽ കോളേജ്. കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ചാണ്. കോഴിക്കോട് കപ്പിലേക്ക് അടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതില് ദേവനന്ദയ്ക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നതാണ്. 3 ഐറ്റം ഉണ്ട്. അതെ അതെ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഗസല് ഞാൻ ഇപ്രാവശ്യം അപ്പീലിലൂടെയാണ് വരേണ്ടി വന്നത്, പക്ഷേ സ്റ്റേറ്റിൽ എന്നിട്ടും എ ഗ്രേഡ് ഉണ്ട്. സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഗസല് ഇഷ്ടമുള്ളത് പാടിക്കോ. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും കാവ്യ? നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നത്. ശരത്തിന്റെ സംഗീതം. തീർച്ചയായും. ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ ദേവനന്ദയ്ക്ക്? എനിക്ക് എ.ആർ. റഹ്മാൻ സാർ ഇഷ്ടമാണ്, ബിജിപാൽ സാർ, എം ജയചന്ദ്രൻ, വലിയ ലിസ്റ്റാണ്. സുഷിൻ ശ്യാം. അപ്പൊ നമുക്ക് സുഷിൻ ശ്യാമിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഒരു വെറൈറ്റി അല്ലേ? ഒരു വെറൈറ്റി. ഓക്കെ. കണ്ണിൽ വിടരും താരങ്ങൾ നീയെ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയെ, നെറുകിൽ പടരായുയരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിരതൊടുന്ന പുതിയ കരകളോ. നിർത്തല്ലേ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. PCR എന്നും പറയുന്നുണ്ട്. നല്ല പാട്ടാ, പഠിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു മൊമെന്റിൽ എന്നെ ഗസൽ പഠിപ്പിച്ച നോബി സാറിനോടും പിന്നെ ഗസലിന് തബല വായിച്ച ഷാജി അങ്കിളിനോടും ഒരു വലിയ താങ്ക് യു പറയാനുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഒപ്പന പഠിപ്പിച്ച മുനീർ കൊളത്തറ സാറും ഷക്ലു സാർ. ഓക്കെ, 2 പാട്ട് പാടി, പക്ഷെ ഈ പ്രൈസ് കിട്ടിയ ഐറ്റം നമ്മൾ കേട്ടില്ല. അതാണ് അല്ലേ? അത് വേണ്ടേ? അത് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. ഗസൽ. सुन लिया कैसे खुदा जाने ज़माने भर ने, सुन लिया कैसे, सुन लिया कैसे, सुन लिया कैसे, कैसे कैसे सुन लिया कैसे खुदा जाने ज़माने भर ने. धनी सगा मद मगरे ज़ादा मगरे गारे सनी सरे सा दद मगरे गा मद मगरे दा मगरे सनी धनी सगा मद गा मगद मगरे सा. सुन लिया कैसे खुदा जाने ज़माने भर ने, वो फसाना जो कभी हमने सुनाया भी नहीं, वो फसाना, वो फसाना, वो फसाना जो कभी हमने सुनाया भी नहीं,
जाने कभी आया भी नहीं. എന്താ പറയല്ലേ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പറയാൻ ഭയങ്കര പറ്റില്ലല്ലോ. ഫീലാണ്. അസാധ്യ സിംഗറാണ്. വളർന്നു വരുന്ന പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധേയമായി ദേവനന്ദയുടെ പേര് കേൾക്കട്ടെ. ഉറപ്പാണ്, ആ കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല. അത്ര മിടിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയണം അല്ലേ, നമ്മുടെ കൂടെ പണ്ട് രണ്ടുപേരുടെ അപ്പുറത്ത് ഇപ്പുറത്ത് പാട്ട് പാടിപ്പിച്ചതാണെന്ന് ഓർമ്മയുണ്ടാകണം. മുഖം നന്ദി ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ കോർ മെമ്മറീസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. തീർച്ചയായും. താങ്ക് യു ദേവനന്ദ. താങ്ക് യു ദേവനന്ദ. ഓക്കെ.